അപ്പൊ വാജിബാത്ത് സുന്നത്തുകൾ നിർവഹിക്കുമ്പോ നല്ല ക്ഷമാപൂർവം നിർവഹിക്കണം. ഖുർആൻ ഓതുന്ന സമയത്ത് പരിഗണിക്കേണ്ട സുന്നത്തുകളുണ്ട്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പരിഗണിക്കേണ്ട സുന്നത്തുകളുണ്ട്, നിക്കാഹിന്റെ സമയത്ത് പരിഗണിക്കേണ്ട സുന്നത്തുകളുണ്ട്, യാത്ര പോകുന്ന സമയത്ത് പരിഗണിക്കേണ്ട സുന്നത്തുകളുണ്ട്, ഒരു സദസ്സിൽ വന്നിരിക്കുമ്പോ പരിഗണിക്കേണ്ട സുന്നത്തുകളുണ്ട്, അതുപോലെ തന്നെ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പരിഗണിക്കേണ്ട സുന്നത്തുകളുണ്ട്, വീട്ടിലേക്ക് കയറുമ്പോ പരിഗണിക്കേണ്ട സുന്നത്തുകളുണ്ട്, വാഹനത്തിൽ കയറുമ്പോ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോ തുടങ്ങി ധാരാളം സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകളൊക്കെ നിർവഹിക്കാൻ നല്ല ക്ഷമ സ്വീകരിക്കണം, നല്ല ക്ഷമ സ്വീകരിക്കണം. അത് സ്വന്തത്തിൽ ഓരോരുത്തരും സ്വീകരിക്കേണ്ട ക്ഷമയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. കൊണ്ട് നടക്കാനുള്ള ഓരോന്നും അതാത് സമയത്ത് കൊണ്ട് നടക്കാനുള്ള സ്വബർ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. കൃത്യമായിട്ട് കൊണ്ട് നടക്കുക, സ്വഹാബത്തെ കൊണ്ട് നടന്ന പോലെ ഒരു മിനിറ്റ് അവർ തെറ്റിക്കൂല, താബീങ്ങളൊക്കെ ചെയ്തതുപോലെ അതങ്ങനെ തന്നെയാകണം എന്ന ഒരു കർശനമായ നിലപാട്, അതാണ് ആ സ്വബറിന്റെ അർത്ഥം. അങ്ങനെ ഞാൻ സ്വീകരിക്കുള്ളൂ, അങ്ങനെ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള നിലപാട്. മൂന്നാമതായി ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, വിലക്കപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിക്കാൻ വലിയ പ്രയാസമില്ലേ, നല്ല ക്ഷമ പാലിക്കണം. ഒരുപാട് വിരോധിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, അത് സൂക്ഷിച്ചു കൊണ്ട് നടക്കാൻ വലിയ പ്രയാസമാണ്. ഈ കാലഘട്ടത്തിലല്ല, എല്ലാ കാലത്തും അതനുസരിച്ച് പ്രയാസമുണ്ട്. അവിടെയാണ് നല്ല ക്ഷമ പാലിക്കേണ്ടത്. വിലക്കപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിക്കാൻ നല്ല ക്ഷമയുണ്ടോ, സ്വർഗത്തിലേക്ക് വേഗം ചെന്നു കയറാം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി വസല്ലമ തങ്ങളെ സവിധത്തിൽ ഒരു ആറാബി വന്നു. ആ ആറാബി വന്നിട്ട് പറഞ്ഞു, ഞാൻ റമളാൻ മാസമൊക്കെ നോമ്പ് നോൽക്കുന്ന ആളാണ്, 5 വക്തും ഞാൻ നിസ്കരിക്കാറുണ്ട്, ഇതിലപ്പുറം ഞാനൊന്നും ചെയ്യാറില്ല. നമ്മളെ പോലെ റമളാൻ മാസത്തിലെ നോമ്പ് നോൽക്കൽ 5 വക്തും നിസ്കരിക്കും, ഇതിലപ്പുറം ചെയ്യാനൊന്നുമില്ല. നബിയെ സക്കാത്ത് കൊടുക്കണമെങ്കിലും സ്വതക്ക കൊടുക്കണമെങ്കിലും ഞാനൊരു ഫക്കീറാണ്, കഴിവൊന്നുമില്ല. ഹജ്ജിന് പോകാൻ എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ ഫക്കീറാണ്. ഞാൻ ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഞാൻ ഏത് വീട്ടിലായിരിക്കും? ഞാൻ സ്വർഗലോകത്തായിരിക്കോ അല്ല നരകത്തിലായിരിക്കോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആറാബിന്റെ ചോദ്യം കേട്ട് ചിരിച്ചു. ചിരിച്ചിട്ട് തങ്ങൾ പറഞ്ഞു, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിന്നോട് നിർദ്ദേശിക്കാം, അത് നിർദ്ദേശിച്ചാൽ നിനക്ക് എന്റെ കൂടെ സ്വർഗത്തിലെത്താൻ കഴിയും. പക്ഷെ ആ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊക്കെ വേണ്ട എന്താ കാര്യങ്ങൾ? സുബ്റാണ്. എന്താ തങ്ങൾ നിർദ്ദേശിക്കാൻ പോകുന്നത്? ഇദാ ഹഫിൽ